നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ മക്കൾ ലോകത്തിനൊരനുഗ്രഹമാകുന്നു. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവർ വീടിന്, ദേശത്തിന്, ലോകത്തിന് തന്നെ അനുഗ്രഹമാവും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്കാണ്, നീ എൻ്റെ വാക്ക് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന കാര്യം അറിയുമോ? നിങ്ങൾ വചനം മാതാവെന്ന രീതിയിൽ, പിതാവെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വീടിന് മാത്രമല്ല ലോകത്തിന് നിങ്ങൾ അനുഗ്രഹമാകുന്നു. അതോടൊപ്പം ആദ്യം കേട്ട വചനമുണ്ട്, കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു, മകന് പകരം ബലി അർപ്പിച്ചു. പറയുന്ന കാര്യം ശ്രദ്ധിക്കണമേ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നാളുകളിൽ എനിക്ക് അനുഗ്രഹമായി മാറുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണുന്നില്ലേലും ദൈവം എനിക്കതൊരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് വ്യക്തമായി പറയാൻ ഒരു കുഞ്ഞ് അനുഭവം നിങ്ങളോട് പറയാം. ഒരാൾക്കൊരു നല്ല വീട് ഇല്ലായിരുന്നു. സാധാരണ വീട്, സൗകര്യമില്ലാത്ത വീട്. എല്ലാം കൊണ്ടും ഒരു നല്ല വീടിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ വീട് ചെറുതായതുകൊണ്ട്, അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട്, സൗകര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും അവർക്ക് ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. ഇതെന്താ വീട് പണിയാത്തത്? പിള്ളേരുടെയൊക്കെ പ്രായമായില്ലേ? വീടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമോ? വീട് അത്യാവശ്യമല്ലേ? പലരുടെ ചോദ്യങ്ങൾ, പറച്ചിലുകൾ മാനസികമായി ഭയങ്കര ദുഃഖമായിരുന്നു. എങ്കിലും അവർ ചിന്തിക്കുമായിരുന്നു, ചില വീടുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ നാളുകൾക്ക് ശേഷം അവർ നല്ലൊരു വീട് മേടിച്ചു. ആ വീട് ആദ്യമേ അവർക്കത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ആ വീടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ വീട് വന്നവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം ആ വ്യക്തി പറയുവാണ്, ആദ്യം എനിക്ക് ഇത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഏത് വീടിന് വേണ്ടിയാണോ ആഗ്രഹിച്ചത്, എങ്ങനത്തെ മുറികൾ, എങ്ങനത്തെ അടുക്കള, എങ്ങനത്തെ തിണ്ണ, എങ്ങനത്തെ നടു റൂം, സൗകര്യങ്ങൾ, എങ്ങനെ